ഇറാൻ യുദ്ധത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ 100ഓളം US സൈനികർക്ക് പരിക്കേറ്റതായി പെന്റഗൺ. ഇറാനിൽ തുടർച്ചയായ ആക്രമണം 10ാം ദിവസവും തുടരുന്നതിനിടെയാണ് പെന്റഗണിന്റെ വെളിപ്പെടുത്തൽ. സൈനികർക്ക് നേരെയുള്ള ഓരോ ആക്രമണങ്ങൾക്കും പല മടങ്ങായി തിരിച്ചടി നൽകുമെന്ന് ട്രംപ് നിലപാട് അറിയിച്ചതിന് പിന്നാലെയാണ് വിവരങ്ങൾ പുറത്ത് വരുന്നത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഈ സമാധാന ശ്രമങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ശ്രമത്തിന് പോലും പറ്റുന്ന ഒരു സാഹചര്യമല്ല, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. സമാധാനം പുലരാൻ ഇനിയും ഒരുപാട് പരിശ്രമിക്കേണ്ടതായി വരും. എന്താണ് നിലവിലത്തെ സാഹചര്യം? ട്രംപ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നു, ഇതിന് പിന്നാലെ ഈ കണക്കുകളൊക്കെ പെന്റഗൺ വിടുമ്പോൾ രാഖി, തീർച്ചയായും ഈ കണക്കുകൾ പുറത്തു വന്നത് ഇന്ന് രാവിലെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന ട്രംപിൻ്റെ ഒരു സമൂഹ മാധ്യമ പോസ്റ്റിന് പിന്നാലെയാണ്. ഓരോ സൈനികനെ ആക്രമിക്കുന്നതിനും പല മടങ്ങായി തിരിച്ചു നൽകും എന്ന ഒരു കൃത്യമായൊരു സൂചന അദ്ദേഹം അതിൽ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ 100 പേർക്ക് പരിക്കേറ്റുവെന്ന് പെന്റഗൺ ഔദ്യോഗികമായി അത് അംഗീകരിക്കുന്ന ഒരു നീക്കമുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, 3 പേർ മരിച്ച സംഭവങ്ങളെല്ലാം തന്നെ വാർത്തയായിരുന്നു. അതിന് പിന്നാലെ ശക്തമായ ആക്രമണം നടന്നു. ആ മരിച്ചവർക്ക് വേണ്ടിയുള്ള ആദരാഞ്ജലിയാണ് ഇന്ന് നടന്ന ആക്രമണം എന്നൊക്കെ കൃത്യമായി ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തു. എങ്കിൽ കൂടി നിലവിലിപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 100 പേർക്ക് പരിക്കേറ്റു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പല മടങ്ങായി തിരിച്ചു നൽകുമെന്ന് പ്രഖ്യാപനം നടത്തിയതിന് തൊട്ടു പിന്നാലെ 100 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 96% പേരുമായി 100 പേരിൽ 96 പേരും തിരിച്ച് അവർ ജോലിയിൽ കയറി. അത്രയും ഗൗരവമേറിയ പരിക്കുകളല്ല എന്ന് പെന്റഗൺ വിശദീകരിക്കുന്നുണ്ട്. എങ്കിൽ കൂടി 100 പേർക്ക് പരിക്കേറ്റു എന്ന കൃത്യമായൊരു കണക്ക് പുറത്തു വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ളൊരു പ്രത്യാക്രമണത്തിന് കോപ്പ് കൂട്ടുകയാണ് ട്രംപ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പല സാഹചര്യങ്ങളും ഒത്തുവന്നിരിക്കുന്നു. അതുപോലെ തന്നെ 10 ദിവസം തികഞ്ഞൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ പല നിലപാടുകളും കൃത്യമായി നടന്നിരിക്കുന്നു. അതിന് മുന്നോടിയായി നേരത്തെ നമുക്കറിയാവുന്നതാണ്, നിരവധി റീഫ്യൂവലിംഗ് വിമാനങ്ങൾ ഇസ്രയേലിൽ എത്തുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അത് യുദ്ധമൊക്കെ നടക്കുന്നൊരു സാഹചര്യത്തിൽ ആകാശത്ത് നിന്ന് തന്നെ ഫൈറ്റർ ക്രാഫ്റ്റുകളിൽ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ശക്തമായ ആക്രമണത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ഇത്തരത്തിലൊരു പ്രസ്താവന വരുന്നു. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 10 മടങ്ങായി തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയതിന് തിരിച്ചടി നൽകുമെന്ന് പറയുന്നു. അതിന് പിന്നാലെ 100 പേർക്ക് പരിക്കേറ്റുവെന്ന് അറിയിക്കുന്നു. 3 പേർ മരിച്ച വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വരുന്നു. അത്തരത്തിൽ സൈന്യത്തിനെതിരായി നീങ്ങിയ ഇറാൻ്റെ ഓരോ നടപടികളും കൃത്യമായി പുറത്തു വരികയും ഇത്തരം ചില നീക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നതിലൂടെ പലതും വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒരു ശക്തമായ ആക്രമണത്തിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടുന്നുണ്ട് ട്രംപിൻ്റെ ഇത്തരം നടപടികളും ഇത്തരം നീക്കങ്ങളും എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ളൊരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ ഒരു വിശദീകരണമോ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണത്തിനുള്ള സൂചനകളോ ഇതുവരെ ലഭ്യമായിട്ടില്ല. അത്തരത്തിലൊരു സൂചന നൽകുന്ന രീതിയിൽ പശ്ചിമേഷ്യ അശാന്തമായി തന്നെ തുടരുകയാണ്. കാര്യങ്ങളുടെ പോക്ക് അത് എത്രത്തോളം ആശങ്കയിലാണ് പശ്ചിമേഷ്യ എന്നുള്ളത് കൂടി ഐസൻ സൂചിപ്പിക്കുകയായിരുന്നു.